ഞായറാഴ്ച നടന്ന ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ ഇന്ത്യ തകർത്ത് കളയുകയായിരുന്നു. ഇന്ത്യൻ യുവനിരയ്ക്ക് മുമ്പിൽ മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ബംഗ്ലാദേശിന് വെല്ലുവിളി ഉയർത്താൻ സാധിച്ചില്ല. ബാറ്റിംഗിലും ബോളിംഗിലും ഇന്ത്യൻ യുവനിര സർവാധിപത്യമാണ് ആദ്യ മത്സരത്തിൽ കാഴ്ചവെച്ചത്. പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഡൽഹിയിലോട്ട് പോകുമ്പോൾ പരമ്പര വിജയം ലക്ഷ്യം വെച്ചാകും സൂര്യയും സംഘവും ഇറങ്ങുക. എന്നാൽ T20യിൽ ഇന്ത്യക്കെതിരെ ആകെ നേടിയ വിജയം ഡൽഹിയിലാണെന്ന ആത്മവിശ്വാസത്തിൽ പരമ്പരയിലോട്ട് തിരിച്ചു വരാനാകും ബംഗ്ലാദേശ് ശ്രമിക്കുക. ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം T20യുടെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ രാത്രി 7 മണി മുതൽ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇനി പിച്ച് റിപ്പോർട്ടിലോട്ട് വന്നാൽ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റ് ആകാനാണ് സാധ്യത. ഷോർട്ട് ബൗണ്ടറീസ് കൂടെ ആകുമ്പോൾ ബാറ്റർമാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഡ്യൂ ഫാക്ടർ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ടോസ് കിട്ടിയ ബോളിംഗ് എന്നൊരു ഓപ്ഷന് കണ്ടേക്കാം. ഇവിടെ നടന്ന 7 T20 മത്സരത്തിൽ 4 ജയിച്ചത് രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമാണ്. 165 ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ്സ് സ്കോർ. കളിയുടെ സമയത്ത് മഴയ്ക്ക് സാധ്യത പറഞ്ഞിട്ടില്ല. ഇനി ടീമുകളിലേക്ക് വന്നാൽ ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയത് കൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. കഴിഞ്ഞ കളിയിൽ അതേ പ്ലേയിങ് ലെവൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബംഗ്ലാദേശിലോട്ട് വന്നാൽ ആദ്യ മത്സരത്തിൽ തകർന്നടിഞ്ഞ ബംഗ്ലാദേശ് എന്ത് മാറ്റങ്ങൾ ടീമിൽ കൊണ്ടുവരുമെന്നത് ഇൻട്രസ്റ്റിംഗ് ആയി കാണേണ്ട ഒന്നാണ്. ബോളിംഗ് നിരയിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഡ്രീം 11 പ്രഡിക്ഷൻ: വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ, ബാറ്ററായിട്ട് സൂര്യ, ഷാൻഡോ, അഭിഷേക് ശർമ്മ. ഓൾറൗണ്ടർമാരായിട്ട് ഹർദിക്കും സുന്ദറും മെഹന്തി ഹസനും. ബോളർമാരായിട്ട് മുസ്തഫീസറും വരുണും അർഷദീപും മായങ്ക് യാദവും. ക്യാപ്റ്റനായി ഹർദിക്കും വൈസ് ക്യാപ്റ്റനായി സൂര്യയും. ആധികാരികമായിരുന്നു ഇന്ത്യൻ വിജയങ്ങളെല്ലാം. ഡൽഹിയിലും അതിനു തന്നെയാണ് സാധ്യത. എന്നാൽ ഒരു തോൽവി കൂടെ ആയാൽ ഇന്ത്യൻ പരമ്പര ബംഗ്ലാദേശിന് ദുരന്തമായി മാറും. അതിനാൽ തന്നെ ഡൽഹിയിൽ മികച്ച ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം.